നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു കാർ നിറയെ റോസാപ്പൂക്കളും വാങ്ങി വന്ന് ഇവളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു. എന്നിട്ട് എല്ലാം എടുത്തോളാൻ പറഞ്ഞു. എന്താ പറഞ്ഞില്ലേ? പറഞ്ഞു തോന്നുന്നു. ആ, ഇത്രയൊക്കെ ആയപ്പോ പാവല്ലേ ഞാനെന്ന് തോന്നി. ഇവളൊക്കെ പറഞ്ഞു. ഓക്കെ ആണല്ലോ, നമ്മുടെ ലവ് സെറ്റായില്ലേ? അതോ ഇവന്റെ ശല്യം ഇനിയും സഹിക്കോ? ഏത് വേണം? നമ്മളൊക്കെ സെറ്റാ. ആ, അപ്പൊ കേട്ടല്ലോ, ഞങ്ങള് സെറ്റായ സ്ഥിതിക്ക് അനിയൻ വേറെ ആളെ നോക്കൂ. വിട്ടോ. ലക്ഷണം കണ്ടിട്ട് അനിയനൊരു ശോകാനം പാടിയിട്ട് പോവും. ആ, അപ്പൊ നമുക്ക് പോവാം. വാ, വണ്ടി എടുക്കും. വാ, പോവാം. ആ, കേറുന്നേ. സ്റ്റാർട്ട് സ്റ്റാർട്ട്. ആ, ടാറ്റാ. ഇറങ്ങണം സർ. എന്തിന്? പ്ലീസ് ഒന്ന് ഇറങ്ങ്. സാർ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? എങ്ങനെയൊക്കെ? അത് പിന്നെ എന്നോട് പ്രണയം പറഞ്ഞ് കെഞ്ചിയെന്നും എന്റെ കാലില് വീണുവെന്നൊക്കെ. എന്തിനാ സാർ അങ്ങനെ പറഞ്ഞ്? ഞാൻ ആകെ ചമ്മിപ്പോയി. ഞാനാണോ ആദ്യം അങ്ങനെ പറഞ്ഞത്? അയ്യോ, പറ. തന്റെ തന്നെ വാക്കുകളെ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. സോറി സർ. ആ പയ്യൻ കഴിഞ്ഞ 1 വർഷമായിട്ട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യായിരുന്നു. ആ ടോർച്ചർ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ ബൈ ചാൻസിൽ വീക്കിലിയിൽ സാറിന്റെ ഫോട്ടോ വന്നത്. വരും വരായികൾ ഓർക്കാതെ ഞാൻ സാറിന്റെ പേര് ഉപയോഗിച്ചു പോയി. സാരമില്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. തന്നെ ആ ലവ് ടോർച്ചറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തത്. ഒന്നും തോന്നരുത്, ഞാൻ ആ ടൈപ്പ് പെണ്ണല്ല. ഞാനും ആ ടൈപ്പ് ചെറുക്കനല്ല. അവന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സാറ് ശ്രമിച്ചത് സാറിന്റെ വലിയ മനസ്സുകൊണ്ടാ. ഓ, എന്റെ മനസ്സ് അത്ര വലുതൊന്നുമല്ല, നോർമൽ സൈസാ. സർ, നടന്നതൊക്കെ നമുക്ക് മറക്കാം. ഞാൻ ആരാണെന്ന് സാറും മറക്കണം, സാർ ആരാണെന്ന് ഞാനും മറക്കും. ഇനി നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഈ നിമിഷം മുതൽ ഞാൻ ആരോ ഒരാൾ, സാറ് വേറെ ആരോ ഒരാൾ. ഓക്കെ അല്ലേ? ഓക്കെ, വി ആർ സ്ട്രേഞ്ചേഴ്സ്. ആ, അതന്നെ. വരട്ടെ സർ. എന്തിനാ യാത്ര ചോദിക്കുന്നേ? നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് അല്ലേ? ഓ സോറി, ഞാൻ മറന്നു. എടി, ഇവിടെയാണോ നിന്റെ ഓഡീഷൻ? അല്ലട മണ്ട, ഓഡിഷന് പോകുന്നതിന് മുന്നേ ഒന്ന് ഫേഷ്യൽ ചെയ്യണം. അതിനെവിടെ നിർത്താൻ പറഞ്ഞ? എങ്കിൽ നീ പോയിട്ടാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട, നീയും കൂടെ എന്റെ കൂടെ വാ. അയ്യോ, ലേഡീസിന്റെ അല്ലേ, ഞാൻ വന്നാ ശരിയാവൂ? ഓ പിന്നെ, ലേഡീസിനെ നോക്കുപോലും ചെയ്യാത്തൊരാള് കൂടുതൽ ജാട ഇറക്കാതെ വാടാ. അവിടെ വന്നാലേ നിനക്ക് വായി നോക്കാൻ ഇഷ്ടം പോലെ പെമ്പിളരുണ്ടാവും. ഇപ്പൊ എന്റെ മനസ്സിലും ജീവിതത്തിലും നീ മാത്രമേ ഉള്ളൂ ശിവാനി. കൂടുതൽ സിനിമ ഡയലോഗ് ഒന്നും വേണ്ട. അത് ഓഡിഷന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞോളാം. നീ വാ.
മാഡം എന്താ വേണ്ടത്? ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യണം. എങ്ങനെ ചാർജ്? പ്ലാറ്റിനം ആണെങ്കിൽ 10,000, ഡീലക്സ് ആണെങ്കിൽ 6,000. പിന്നെ ഹൈഡ്രാ ഫേഷ്യൽ സിഗ്നേച്ചർ ഉണ്ട്, അതിന് 4,000. എല്ലാത്തിനും GST കൂടെ വരും കേട്ടോ. ഓ, സോ ചീപ്പ്. ഒന്നൊരു കിളുവ. ദാരിദ്ര്യം. നിധിയുടെ സാലറി കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് പൊളിച്ചേനെ. ദുഷ്ട അച്ഛൻ കാരണം എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു. ഏതാ മാഡം ചെയ്യേണ്ടത്? ഓ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ. അമൽ, ഒരബദ്ധം പറ്റി. ഞാനെടുത്ത പേഴ്സ് മാറിപ്പോയി. നിന്റെ കയ്യില് കുറച്ച് കാശ് മറിക്കാൻ കാണുമോ? കയ്യിലില്ല, പക്ഷേ ഫോണിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. എന്നാ നീ വാ. ഹൈഡ്രാ ഫേഷ്യൽ സിഗ്നേച്ചർ ചെയ്താൽ മതി. GST അടക്കം എത്രയാകും? 4,750. എത്ര? 4,750. ഒരു നിസ്സാര ഫേഷ്യലിനോ? അതെ, 10,000-ന്റെ ഇതൊക്കെ ഉണ്ട്. തൽക്കാലം ഇത് മതിയെന്ന് ഞാൻ വിചാരിച്ചു. ഓ നൈസ്, നന്നായിട്ടുണ്ട്. എന്നാ ക്യാഷ് പേ ചെയ്തോ. അതെ, നീ വെയിറ്റ് ചെയ്യേ. ശരി. ഇനി ഫുഡ് വല്ലതും വേണമെന്ന് പറയൂ. എങ്കിൽ തേഞ്ഞ് ഹോട്ടലിൽ മാവാട്ടേണ്ടി വരും. ഇവള് ഭയങ്കര എക്സ്പെൻസീവാ. മികച്ച യുവ സംരംഭകനുള്ള പുരസ്കാരം കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത്തരം അവാർഡുകൾ കൂടുതൽ മുന്നേറാനുള്ള ഊർജം തരുന്നതാണ്. അതെ, എന്തിനാ ന്യൂസ് ചാനൽ വെച്ചിരിക്കുന്നേ? വല്ല പാട്ടോ സിനിമയൊക്കെ ഉള്ള ചാനൽ വെച്ചാ പോരെ? ഗൗതം ഗോപിനാഥ് സാറിന്റെ പ്രസ് മീറ്റാ, അത് കാണാൻ ന്യൂസ് ചാനൽ വെച്ചതാ. ഗൗതം ഗോപിനാഥോ? ആരാ ഇയാള്? ഗൗതം സാറിനെ അറിയില്ലേ? മൾട്ടി മില്യനർ. ചെറു പ്രായത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ആസ്തി കേട്ട ഞെട്ടും. ഈ വർഷത്തെ ബെസ്റ്റ് ഓണ്ടർപ്രണറിനുള്ള അവാർഡ് ഗൗതം സാറിനാ. ബിസിനസ്സിൽ ഉയരാൻ ഷോർട്ട് കട്ടുകളൊന്നുമില്ല, ഹാർഡ് വർക്ക്. അതാണ് വിജയമന്ത്രം. പിന്നെ എന്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബിസിനസിനെ കാണുന്നത് ഗേൾ ഫ്രണ്ടിനെ പോലെയാ. ബിസിനസിനെ എങ്ങനെ ഗേൾ ഫ്രണ്ട് ആയിട്ട് കാണാൻ പറ്റും? ഇപ്പൊ നമ്മുടെ ഗേൾ ഫ്രണ്ട് ഒരു കാര്യം ആവശ്യപ്പെട്ട പറയുന്ന സമയത്തിന് മുമ്പ് അത് ചെയ്തു തീർക്കില്ലേ? ഇല്ലേ? അതുപോലെ തന്നെ ആവണം ബിസിനസ്സും. എല്ലായിടത്തും 10 മിനിറ്റ് നേരത്തെ എത്തണം. ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഒരാൾ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിക്കുന്ന വിധം പെരുമാറണം. ബിസിനസ്സിലും അങ്ങനെ തന്നെ. ഏറ്റവും ബെസ്റ്റായിട്ട് പെരുമാറിയാൽ ഏറ്റവും നല്ല റിസൾട്ടും കിട്ടും. സോ മൈ ബിസിനസ് ഈസ് മൈ ഗേൾ ഫ്രണ്ട്. ഗൗതം ഗോപിനാഥ് ആള് കൊള്ളാം, കാണാനും ചുള്ളൻ. അമലിനെ പോലുള്ള ദരിദ്രാസികളെ വിട്ട് ഇതുപോലുള്ള പുളിങ്കൊമ്പില പിടിക്കേണ്ട. അതോടെ ജീവിതം സേഫ് ആകും. സാർ ഇത്രയേറെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, സാറിന് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഏയ്, ബിസിനസ് അല്ലാതെ എനിക്ക് വേറെ ഗേൾ ഫ്രണ്ടും ലവറൊന്നുമില്ല. തൽക്കാലം പ്രേമിച്ച് കറങ്ങി നടക്കാനൊന്നും സമയവുമില്ല. പിന്നെ വിവാഹം, അതൊക്കെ സമയമാകുമ്പോൾ നടന്നോളൂ. അപ്പൊ ആള് സിംഗിളാ. ഒരു വേക്കൻസി ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ഇയാളൊന്ന് മുട്ടാൻ എന്താ വഴി? ഗൗതം സാറിന് കല്യാണം കഴിക്കുന്ന പെണ്ണിന് 2ാം ഭാര്യയുടെ സ്ഥാനേ കിട്ടൂ. അതെന്താ? ആദ്യ ഭാര്യ ബിസിനസ് ആയിരിക്കും. ഓ, എന്നാലും ആ 2ാം ഭാര്യ ആയിരിക്കും ഏറ്റവും ലക്കി. ഗൗതം ഗോപിനാഥ് സമ്പാദിക്കുന്നതൊക്കെ അടിച്ചു പൊളിച്ച് ചെലവാക്കേണ്ടത് അവളല്ലേ? അത് നേരാ. ആരായിരിക്കും ആ ലക്കി ഗേൾ?